ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി എപ്പോഴാ നീ ക്ലാസ്സിൽ പോകുന്നേ? മോളെ നീ എഴുന്നേക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് കേറി വരും കേട്ടോ. അല്ല മോളെ, എന്തുവാ? അയ്യേ എടാ, എന്തുവാടാ ഇത്? അതിരിക്കെ അവള് പോയ മാവ. അവസാനമായിട്ട് എന്റെ മോളുടെ ആഗ്രഹം കൂടി ഞാൻ നടത്തി കൊടുത്തു. ഉറങ്ങുമ്പോഴേ കൊടുക്കാവൂന്ന് അവള് പറഞ്ഞിരുന്നല്ലോ. എന്റെ മോൾ ഉറങ്ങായിരുന്നു. എനിക്കറിയില്ല ഇനി അവള് ഉണർന്നിട്ട് കണ്ണടച്ച് കിടന്നതാണോ എന്ന്. ഈ അച്ഛന് വേണ്ടി എന്റെ മോള് ത്യാഗം ചെയ്യല്ലേ? ചിലപ്പോ ഇതും അങ്ങനെയാവും. വേളയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതവൾക്ക് മനസ്സിലായാൽ മതിയായിരുന്നു. ഹരി, നിന്റെ ജീവിതത്തിലെ ഓരോ ഇടർച്ച കാണുമ്പോഴും ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുക. നിന്നെ ഈ പ്രതിസന്ധിയിലേക്ക് വലിച്ചു കയറ്റിയത് ഞാനാ. നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതിലൊന്നും ഒരു കാര്യമില്ല പാവ. ജീവിതം നമ്മളെയൊക്കെ കൊത്തിപ്പറിക്കാൻ തീരുമാനിച്ചാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ലേ പണ്ടുള്ളവര് പറഞ്ഞു വെച്ചിരിക്കുന്നത്, വിധിയുടെ മുമ്പില് മനുഷ്യർ വെറും കൃമികളാണെന്ന്. ഇനിയിപ്പോ പ്രവർത്തിക്കാനൊന്നുമില്ല, പ്രാർത്ഥിക്കാനേ ഉള്ളൂ. അവള് നന്നായിരിക്കട്ടെ. മോളെ, കുറച്ചൊക്കെ നമ്മുടെ മുന്നിൽ അവൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അതെ, അത് നമ്മളെ കരയിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. പക്ഷെ അത്ര പെട്ടെന്നൊന്നും അവന് മനസ്സിനെ കീഴടക്കാൻ പറ്റില്ല. എനിക്കറിയാം മാവ, മനസ്സ് മുറിച്ചു കൊടുക്കുന്നതിന്റെ വേദന ഒരിക്കൽ ഞാനും അനുഭവിച്ചതാണല്ലോ. ഞാൻ കൂട്ടിരുന്നോളാം. അച്ഛൻ്റെ അടുത്തുനിന്ന് പോവാൻ നല്ല സങ്കടമുണ്ട്. അച്ഛൻ്റെ അടുത്തുനിന്ന് പോയാൽ ഞാൻ എങ്ങനെ ഉറങ്ങുന്നു എനിക്കറിയില്ല, എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എനിക്കറിയില്ല. ഞാൻ വിഷമിച്ചു എന്ന് അച്ഛനോട് പറയല്ലേ, നിത്യമ്മയോടും പറയല്ലേ. അപ്പൂപ്പ, അച്ഛനൊന്നും വരില്ല. അച്ഛന് വേണ്ടിയല്ലേ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നേ.
കല്യാണി 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 നേരെ ഒരുപാടായി, എഴുന്നേക്ക്. കല്യാണി, ഞാൻ വിളിക്കുന്ന നീ കേൾക്കുന്നില്ലേ? കല്യാണി, ദേ എനിക്ക് ദേഷ്യം വരുവേ. കല്യാണി കല്യാണി രാത്രി നേരത്തെ കിടക്കാൻ പറഞ്ഞാലും കിടക്കില്ല. കഥ പറഞ്ഞും ചോദ്യം ചോദിച്ചും നേരം പാതി രാത്രിയാക്കും. എന്നിട്ട് രാവിലെ വിളിച്ചാലോ എഴുന്നേക്കാനും ബുദ്ധിമുട്ട്. ഇനി എപ്പോഴാ നീ ക്ലാസ്സിൽ പോകുന്നേ? മോളെ, നീ എഴുന്നേക്കുന്നുണ്ടോ? ദേ, ഞാൻ അങ്ങോട്ട് കേറി വരും കേട്ടോ. ആ, അല്ല മോളെ, എന്തുവാ? ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ട്. കൊണ്ടുപോയി സ്കൂളിൽ വിട്ടിട്ട് വേണേ എനിക്ക് പോവാൻ. ഈ കൊച്ചിന്റെ ഒരു കാര്യം. കല്യാണി, അച്ഛന് ദേഷ്യം വരുന്നുണ്ടോ? നീ എഴുന്നേറ്റ് വരുന്നുണ്ടോ? കല്യാണി, മതി കിടന്നുറങ്ങിയത്. എന്റെ സ്വഭാവം മാറ്റിയിലുള്ള അടങ്ങൂ. കല്യാണി, എഴുന്നേക്കടി. എഴുന്നേക്കാൻ. മോളെ കല്യാണി, കല്യാണി, മോളെ. എടാ മോനെ, നീ എന്തുവായി കാണിക്കുന്നേ? അമ്മ, മോള്. എടാ, അവൾ ഇന്നലെ പോയില്ലേ? പോയോ? ഏ? എന്റെ മോള്. മധുര നൊമ്പരക്കാറ്റ്